നമസ്കാരം. നാളെ മുതൽ സർക്കാരിന്റെ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുകയാണ്. സെലിംഗമന്ത്രി ആരംഭിക്കും. സെലിംഗമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെക്കൻ സൗത്ത് സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ് ആയാലും തെലങ്കാന ആയാലും കർണാടക ആയാലും തമിഴ്നാടായാലും പോണ്ടിച്ചേരി ആയാലും അവർ നിക്ഷേപത്തിന്റെ പുറകെ നടന്നുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച് നിക്ഷേപങ്ങൾ കൊണ്ടുവരുമ്പോൾ കേരളം എന്ത് ചെയ്യായിരുന്നു? സെമിനാറിന്റെ ഒരുക്കത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പ് വർഷമല്ലേ, എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ ഇനി കുറെ സെമിനാറുകൾ, വികസന സെമിനാർ. 2031 കേരളം എന്തായിരിക്കണം എന്നുള്ളതാണ് സെമിനാറിന്റെ വിഷയം. 2025 അവസ്ഥ നമുക്കറിയാമല്ലോ. 2021 അവസ്ഥയെ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ പല അവസ്ഥകളും നമ്മൾ കണ്ട് കടന്നു വന്നവരാണ്. ഇനി 2031 ഇവിടെ മാജിക് കാണിക്കാൻ പോകുന്നു. വേറൊന്നും ചെയ്യാനില്ല. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെ കുറിച്ചൊന്നും ഒരു മറുപടിയുമില്ല. അപ്പോൾ എന്താണ് അതിനെല്ലാത്തിന്റെയും പരിഹാരം? സെമിനാറാണ്. ധനകാര്യ വകുപ്പ് നേട്ടങ്ങളും ഭാവി കാഴ്ചപ്പാടുകളും ഒക്ടോബർ 13 തിങ്കൾ നാളെ മുതൽ തുടങ്ങുകയാണ്. ഓരോ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിൽ സെമിനാർ. നിക്ഷേപം ഇതാണ്. കേരള സർക്കാരിന്റെ നിക്ഷേപം സെമിനാറുകളാണ്. സംസ്ഥാനത്തിന്റെ തനതു വരുമാനം 1 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ്. ബജറ്റ് വലിപ്പമാകട്ടെ 2 ലക്ഷം കോടിയിലേക്ക്. ഇത് ഏതാണ്ട് സർവശ്രീ KN ബാലഗോപാലിന്റെ അധ്വാനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില സാറ്റലൈറ്റുകളുണ്ട്, സ്ഥിരം സാറ്റലൈറ്റുകളുണ്ട്. എവിടെ എന്ത് ധനകാര്യ സെമിനാർ നടത്തിയാലും ചില സ്ഥിരം കുറ്റികൾ പോയി സർക്കാരിനെയും മന്ത്രിയെയും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. വാസ്തവത്തിൽ ഇത്തരം ആളുകളാണ് ഈ സർക്കാരിനെ നശിപ്പിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ജനവികാരം എന്താണെന്ന് ബോധ്യപ്പെടുത്തേണ്ട സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഉപജാപക വൃന്ദങ്ങളായി ഇങ്ങനെ മന്ത്രിമാരെ പുകഴ്ത്തി, മുഖ്യമന്ത്രിയെ പുകഴ്ത്തി നടക്കുന്നവരാണ് വാസ്തവത്തിൽ ഈ സംസ്ഥാനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വരുമാനം പറഞ്ഞ 1 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ്. ഏകദേശം 30 ലക്ഷം ഉണ്ടെന്ന് തോന്നുന്നു കണക്ക്. 30 ലക്ഷം പേരാണ് കേരളത്തിന്റെ പുറത്ത്. ഈവൻ ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, ഡൽഹി തുടങ്ങിയ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളും, ഗൾഫ് നാടുകൾ, ശ്രീലങ്ക തുടങ്ങി, മലേഷ്യ തുടങ്ങി, ബർമ്മ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അമേരിക്ക, ജർമ്മനി, പാവപ്പെട്ട നമ്മുടെ നഴ്സ് സഹോദരിമാർ 24 മണിക്കൂറും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അയക്കുന്ന പണമാണ് ഈ തനത് വരുമാനമായിട്ട് മാറുന്നത്. കാരണം നികുതി വരുമാനമാണല്ലോ. നികുതി എന്താണ്? ഇവിടെ ഇരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മരുന്ന് വാങ്ങാൻ പൈസ അയക്കും. ആ പൈസ വെച്ച് അവർ മരുന്ന് വാങ്ങും. അതിന്റെ കൂടെ അല്പം ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ വാങ്ങുമ്പോൾ അതിലൂടെ കിട്ടുന്ന പണം, ഈ 30 ലക്ഷം പേർ ഓരോ വർഷം അയക്കുന്ന മണി ഓർഡർ ഇക്കോണമി, ഇപ്പോൾ വാട്സാപ്പ് ഇക്കോണമിയായി, അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ഫറായി. ഇതിന്റെ ഓഹരിയാണ് ബാലഗോപാൽ എണ്ണ തേച്ച് കുളിക്കാൻ എടുക്കുന്നത്. അല്ലാതെ കേരളത്തിൽ നയാ പൈസയുടെ ഉൽപാദനം ഈ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അത് മറച്ചുവെക്കാനാണ് ഈ തനത് വലുപ്പവും ബജറ്റിന്റെ വലുപ്പവും ഒക്കെ പറയുന്നത്. നിങ്ങളുടെ അധ്വാനം കൊണ്ട് എന്ത് സംഭവിച്ചു? എത്ര പുതിയ ഫാക്ടറികൾ തുടങ്ങി? എത്ര പേർക്ക് ജോലി കൊടുത്തു? എത്ര ഉൽപാദനം ഇവിടെ നടക്കുന്നു? എത്ര ചരക്ക് കയറ്റുമതി ചെയ്തു? പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കണക്ക്? കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തെ കണക്ക് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ വെളിപ്പെടുത്തുക. കയറ്റുമതിയിൽ ഞങ്ങൾക്ക് ഇത്ര വർധനവ് വരുത്താൻ കഴിഞ്ഞു, ഉൽപാദനത്തിൽ ഇത്ര വർധനവ് വരുത്താൻ കഴിഞ്ഞു. നമ്മുടെ വ്യവസായ മന്ത്രിയുടെ നിക്ഷേപം എവിടെയാണെന്ന് അറിയാമോ? ബേക്കറി കടയും ബാർബർ ഷോപ്പും പൈപ്പ് കച്ചവടവും തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ വ്യവസായ നിക്ഷേപങ്ങൾ. ഇത് ഇത്തരം വസ്തുതകൾ അറിയുന്ന ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ കപട നാടകങ്ങൾ കളിക്കുന്നതും ഇത്തരം വസ്തുതകൾ എഴുതി വിടുന്നതും. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് 2031 75 വർഷം പൂർത്തിയാവുകയാണ്. ഇനിയിപ്പോ അങ്ങനെയായി. ഞങ്ങൾ 2000 മില്ലേനിയം തൊട്ട് കേട്ടു തുടങ്ങി, 2000 കേട്ടു തുടങ്ങിയാണ്. ഇപ്പൊ അതെല്ലാം പോയി. ഇനി അടുത്തത് 75 വർഷം. അത് സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം കേന്ദ്രം ഒരു വഴിക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർ കേരളം രൂപീകരിച്ചതിന് പിന്നെ അല്പം താമസം കിട്ടുന്നതുകൊണ്ട് അതിൽ പിടിച്ചിരിക്കുകയാണ്. 2031 കേരളത്തിന്റെ കഴിഞ്ഞകാല വളർച്ചയും പുരോഗതിയും വിലയിരുത്തി ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുക. 2031 കേരളം എങ്ങനെയായിരിക്കണമെന്ന കാഴ്ചപ്പാട് ആവിഷ്കരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി
വിപുലമായ ആശയശേഖരണം നടത്തുന്നതിനായി കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സംസ്ഥാനതല സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നവർ, ഞാനൊരു ഓഡിയോ കേൾപ്പിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ 30 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതം, അദ്ദേഹത്തിന്റെ വാക്കെന്താണ്? അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, അജ്നബി. അവരറിയപ്പെടുന്നത് അജ്നബി എന്നുള്ള പേരിലാണ്. എന്ന് പറഞ്ഞാൽ പരദേശികൾ, ഊരും പേരുമില്ലാതെ തെണ്ടി നടക്കുന്ന ജനവിഭാഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മുടെ നാട്ടിൽ വരുന്ന പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികളെ നമ്മൾ വിളിക്കുന്ന ചില പേരുകളുണ്ടല്ലോ, അതുപോലെയാണ് ഗൾഫ് നാടിൽ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഓഡിയോ. കേട്ടിട്ട് കഥ തുടരാം. ഇവിടുത്തെ ഗവൺമെന്റ് വെച്ചാൽ സാധാരണ ആൾക്കാർ, അതായത് അജനബി എന്ന് പറയും. അജനബി എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞതിൽ പുറത്തുനിന്ന് നമ്മ സാധാരണ തൊഴിലാളി, ബംഗാളി പോലെ നമ്മളെ കണക്കാക്കുന്നത് പിന്നെ അജനബി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എന്താ പറയാ, പാകിസ്ഥാനി, ഇന്ത്യക്കാര്, അങ്ങനെയുള്ളത്. ഒരു നിയമം പോലില്ല. നമ്മൾ എംബസി അടക്കം പറഞ്ഞിട്ടുണ്ടാച്ചാൽ ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോലീസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സലാമാക്കിയിട്ട് വിടും. അതാണ് സംഭവം. ഇവിടെ കുറച്ച് പിള്ളേരെ വളഞ്ഞിട്ട് അടിച്ച് കുറച്ച് പൈസ അപഹരിച്ചു കൊണ്ടുപോയി. ഇതിന്റെ അധികാരികള് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടുത്തെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇതുമില്ല. ഈ വിലാപത്തിന്റെ വിലാപം വിറ്റാണ് നിങ്ങൾ ഈ തനത് വരുമാനം 1 ലക്ഷം കോടിയും ബജറ്റ് 2 ലക്ഷം കോടിയും ആക്കിയത്. അവരവിടെ കിടന്ന് ആട്, ഒട്ടകം തുടങ്ങി എന്തൊക്കെ പണികൾ ചെയ്യാമോ ഇതെല്ലാം അനുഭവിച്ച് ആ ദുരിതത്തിന്റെ വിയർപ്പ് കാശാണ് നിങ്ങൾ ഈ സെമിനാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, കോവിഡ് മഹാമാരി തുടങ്ങി കേരള സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ച പ്രതിസന്ധികൾ നേരിട്ടാണ് സർക്കാർ 10ാം വർഷത്തിൽ എത്തി നിൽക്കുന്നത്. ദേവിയെ നിങ്ങൾ മനസ്സിലാക്കുക, കോവിഡ് ലോകം മുഴുവൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല ഇത് ബാധിച്ചത്. പ്രളയം നിങ്ങൾക്ക് മാത്രമാണ്. കാരണം ഒരേ സമയത്ത് എല്ലാ ഡാമും തുറന്നു വിട്ടത് നിങ്ങൾ മാത്രമാണ്. അങ്ങനെ മലയാളികൾക്ക് 2 ദുരന്തം നിങ്ങൾ സമ്മാനിച്ചു. ഈ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു. എങ്ങനെ കഴിഞ്ഞു? നിങ്ങളുടെ സാമ്പത്തിക രംഗം മെച്ചമായിരുന്നെങ്കിൽ ഈ 100 മീറ്റർ റോഡ് നിങ്ങൾക്ക് എന്താണ് ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾക്ക് ഭൂമി എടുത്ത് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ ഈ നീണ്ടത്. ഭൂമിക്ക് അന്വേഷിക്കുമ്പോൾ ഭൂമിക്ക് കൊടുക്കാൻ പണമില്ല. അങ്ങനെ അത് വൈകി. ഔട്ടർ റിംഗ് റോഡ് എവിടെ? റെയിൽ കണക്ടിവിറ്റി എവിടെ? ഇനി 10 വർഷമായി തുടർച്ചയായിട്ട് ഭരിക്കുന്നു. തലസ്ഥാനത്തിന്റെ മെട്രോ എവിടെ? പട്ടിക നിരവധിയുണ്ട്. നിങ്ങളുടെ തികഞ്ഞ പരാജയത്തിന്റെ ലിസ്റ്റാണ്. ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഉണ്ടോ? എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് തലസ്ഥാനത്ത് നടന്നോ? തുറമുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് നടന്നോ? എല്ലാം തമിഴ്നാടുകാർ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, കാരണം അതിന്റെ പ്രയോജനം ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ കാസർഗോഡ് ഇരിക്കുന്നവൻ എന്തു ചെയ്യും? കണ്ണൂരിരിക്കുന്നവൻ എന്തു ചെയ്യും? വയനാട്ടിലിരിക്കുന്നവൻ എന്തു ചെയ്യും? അവർക്ക് വേണ്ടി കൂടിയല്ലേ ഈ തുറമുഖം ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ഈ കള്ളത്തരവും പൊള്ളത്തരവും ധനകാര്യ വകുപ്പിന്റെ മികച്ച നേട്ടമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് മേഖല ശൂന്യമാണ്. 5 പൈസയുടെ നിക്ഷേപം നിങ്ങൾക്ക് നടത്താൻ 10 വർഷമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളിടത്ത് തികഞ്ഞ പരാജയമാണ് ഈ ഗവൺമെന്റിന് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് നിങ്ങളുടെ ഈ വികസന സെമിനാറുകൾ.